ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഈ സമ്മേളനത്തിൽ JUവിൻ്റെ ക്ഷണം സ്വീകരിച്ച് മലപ്പുറം ജില്ലയുടെ വിവിധങ്ങളായ ഏരിയകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ഏറെ പ്രിയങ്കരികളായ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സമ്മേളനത്തിന് നിങ്ങൾ ഒരുമിച്ച് കൂടിയതിൻ്റെ ഏറ്റവും വലിയ ന്യായം, ഇത് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തെ നിങ്ങൾ അത്രമേൽ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനമെന്ന് നിങ്ങൾ നിങ്ങളുടെ മുദ്രാവാക്യങ്ങളിലൂടെയും റാലികളിലൂടെയും പ്രകടനത്തിൻ്റെ പ്ലോട്ടുകളിലൂടെയുമെല്ലാം ഈ നഗരവീഥികളിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ നോക്കുന്നതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും പുരികം വളക്കലുകളും ഒരുപക്ഷെ മറു ചോദ്യങ്ങളുമൊക്കെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് അത്ര ആത്മവിശ്വാസത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റുന്ന കാലം അല്ല എന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പ്രതികൂലവും പ്രതിസന്ധി നിറഞ്ഞതുമായൊരു കാലത്ത് ഇസ്ലാമിൻ്റെ പ്രഥനത്തിൽ ഭൂമികയിൽ ചവിട്ടി നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന വർത്തമാനങ്ങൾക്ക് ഇത്രമേൽ കനമുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാം എന്നത് ഒരു ഐഡിയോളജിയുടെ പേരാണ്. ഏതെങ്കിലും ചിലർ 4 മൂലകളിൽ പൂജാപ്പാട്ടുകളും പ്രാർത്ഥന രീതികളുമായി ഒരുക്കിയിരുന്ന ഒരു ദർശനത്തെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന സയ്യിദ് അബുൽ അഅ്ല മൗദൂദി അടക്കമുള്ള ഒരുപാട് നേതാക്കൾ, നവോത്ഥാന നായകന്മാർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചതിൻ്റെ നേർചിത്രം കൂടിയാണ് ഇന്ന് ഇവിടെ നമുക്ക് നിർനിമേഷരായി എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് അതിനുള്ള അവസരം തരുന്നത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എന്തുകൊണ്ട് അവരെക്കുറിച്ച് പറയണം എന്നുള്ളതും നിങ്ങളുടെ ക്യാമ്പസ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ക്യാമ്പസ് ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വിളി മൗദൂദികൾ എന്നുള്ളതായിരിക്കും. നിങ്ങൾ കേൾക്കുന്ന മൗദൂദികൾ എന്നുള്ളൊരു വിളി നിങ്ങൾ എങ്ങനെയാണ് നെഞ്ചിലേക്ക് ഏറ്റെടുക്കുന്നത് എന്നുള്ളതിന് ചില ചരിത്ര പശ്ചാത്തലങ്ങളുടെ അകമ്പടി കൂടി നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. മുതലാളിത്തവും കമ്മ്യൂണിസവും ഈ ലോകത്ത് എന്ത് ഭാവനയാണോ മുന്നോട്ട് വെക്കുന്നത്, അതിൽ നിന്ന് അവർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന സാമൂഹിക സാമ്പത്തിക ക്രമങ്ങളുടെ നടുവിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന് അത്തരമൊരു അക്ഷരമുറ്റമുണ്ട് എന്ന് വിശദീകരിച്ച് സംസാരിച്ച മഹത്തായ ഒരു നവോത്ഥാന നായകന്റെ പേര് തന്നെയായിരുന്നു സയ്യിദ് അബുൽ അഅ്ല മൗദൂദി എന്ന് പറയാനും, അതുകൊണ്ട് മൗദൂദികൾ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ, മാർക്സിസ്റ്റുകൾ എന്ന് നിങ്ങളെ വിളിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ അപ്പുറം എന്തോ ഒരു കുളിര് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തെറ്റി എന്നാണ് ക്യാമ്പസ് ഇടതുപക്ഷ വിദ്യാർത്ഥി പക്ഷത്തോട് പോലും നമുക്ക് സംസാരിക്കാനുള്ളത് എന്ന് നമ്മളിവിടെ പറഞ്ഞു വെക്കുകയാണ്. എങ്ങനെയാണ് ഇസ്ലാം ഒരു ഐഡിയോളജിയായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്? ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന ഐഡിയോളജിയുടെ പ്രതലം അതിൻ്റെ കാതലായ 4 വശങ്ങളാണ്. അതിലൊന്നാമത്തേത് വിശ്വാസത്തിൻ്റെതാണ്, രണ്ടാമത്തേത് അത് വിഷൻ്റേതാണ്, മൂന്നാമത്തേത് അത് ആറ്റിറ്റ്യൂഡിൻ്റെതാണ്, നാലാമത്തേത് അത് വാല്യൂസിൻ്റെതാണ്. ഈ 4 കാര്യങ്ങളും ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ഇന്നും സംസാരിക്കുന്നു എന്നുള്ളത് 6-ാം നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചുപോക്കായി നിങ്ങൾക്ക് മുമ്പിൽ ആരെങ്കിലും അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവരോട് സഹതാപപൂർവം നോക്കി നിന്ന് പുഞ്ചിരിച്ച് മന്ദസ്മിതരായി നിൽക്കാൻ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി കൂട്ടം JUക്കാർ മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് വിശ്വാസം, എന്താണ് മൂല്യം, എന്താണ് കാഴ്ചപ്പാട്, എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങൾക്ക് നിർണയിച്ചു തരുന്ന ഒരു ആദർശത്തിൻ്റെ പേരാണ് ഇസ്ലാം. അവിടെയാണ് ഒന്നാമതായി വിശ്വാസം, ഗസ്സക്കാരുടെ പ്രതീകാത്മകമായ പോരാട്ടം നമ്മളുടെ മുമ്പിൽ വിശ്വാസത്തിൻ്റെ കനലായി ഇപ്പോഴും നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്ന ഒരു പോരാട്ടവും, ഇവിടെ നടക്കുന്ന ഒരു മിസൈൽ വർഷവും, ഇവിടെ വീഴുന്ന ഒരു ബോംബിൻ്റെ പേമാരിയുമൊന്നും ഞങ്ങളുടെ ആവേശത്തെയോ ഞങ്ങളുടെ പ്രതിരോധത്തെയോ ഞങ്ങളുടെ എക്സിസ്റ്റൻസിനെയോ റെസിസ്റ്റൻസിനെയോ തകർക്കാൻ പര്യാപ്തമല്ല എന്ന് ഒരു കൂട്ടർക്ക് സമ്മതിക്കേണ്ടി വരുന്നത്, വിളിച്ചു പറയേണ്ടി വരുന്നത് അവരുടെ കയ്യിൽ വിശ്വാസത്തിൻ്റെ ബലമുള്ളത് കൊണ്ടാണ് എന്ന്
നമുക്ക് പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ജിയോവിൻ്റെ സുഹൃത്തുക്കളെ, നമ്മളുടെ ക്യാമ്പസുകളിൽ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലായിടങ്ങളിലും ഇന്ത്യയിലെ CAA NRC പോരാട്ടങ്ങളുടെ വേദിയിൽ, അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ, അത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആകട്ടെ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകട്ടെ, ജാമിയ മില്ലിയ ആകട്ടെ, ഇവിടങ്ങളിൽ അതിൻ്റെ ആദ്യത്തെ വിപ്ലവത്തിൻ്റെ സമരാഗ്നി ചൂടിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ആദ്യഘട്ടത്തിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് സാധിച്ചതിന് പിന്നിലുള്ള കാരണം അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ഊറ്റം തന്നെയാണ് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തേത്, ഈ ഐഡിയോളജിയുടെ ഒരു വശം അത് നൽകുന്ന വാല്യൂസാണ്. നിങ്ങൾ ഇവിടെ നമസ്കരിച്ചൊരു നമസ്കാരമുണ്ട്, നിങ്ങൾ ഇവിടെ നടത്തിയ ചില പ്രഖ്യാപനങ്ങളുണ്ട്, നിങ്ങളിവിടെ പറയുന്ന ഖദീജയുടെയും ആസിയുടെയും ഫാത്തിമയുടെയും എല്ലാം പേരുകളുണ്ട്. ഇത് ചെറുതല്ലാത്ത അസ്വസ്ഥതകൾ നിങ്ങളുടെ ചുറ്റിലും പടർത്തുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും നിങ്ങൾ റോൾ മോഡലുകളായി കാണുന്നത് എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിലുള്ളവരെയാണല്ലോ എന്ന് കഷ്ടമേ എന്ന് നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവരോട് നിങ്ങൾക്കിപ്പോഴും പറയാനുള്ളത്, നിങ്ങൾക്ക് നിത്യനായകമായ നിതാന്തമായ മൂല്യങ്ങളുടെ വേരുകൾ ഉറപ്പു നൽകിയ ഉറവിടങ്ങളെയാണ് നിങ്ങൾ വെള്ളവും വളവും വിട്ട് നനച്ചുകൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ ഏറ്റുന്നത് എന്ന് നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആയിഷയാകട്ടെ, ഫാത്തിമയാകട്ടെ, ഖദീജയാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിത്യപ്രചോദനങ്ങളായി മാറുന്നതിന് പിന്നിലുള്ള കാരണം അവർ നിങ്ങൾക്ക് പകർന്നു നൽകുന്ന മൂല്യങ്ങളാണ്. അവർ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന, ജാമ്യം നിൽക്കുന്ന മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളാകട്ടെ മറ്റുള്ളവരുടെ ഔദാര്യത്തിന് കീഴിൽ നമ്മൾ എപ്പോഴെങ്കിലും അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് നമ്മൾ ആരോടെങ്കിലും പ്രതിജ്ഞ കൊടുത്തതോ കരാറ് കൊടുത്തതോ അല്ല. മറിച്ച് ഉടയതമ്പുരാന്റെ മുന്നിൽ മാത്രം നമ്മൾ നടത്തിയ പ്രതിജ്ഞതയുടെ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 5 നേരവും നിർബന്ധ പ്രാർത്ഥനയിൽ നിങ്ങൾ നടത്തുന്ന അനുസരണ പ്രതിജ്ഞയുടെ ഭാഗമായി തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മുക്കുമൂലകളിൽ എൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നത് എന്ന് നമ്മളുടെ കലാലയ ജീവിതത്തിലും അതിനു പുറത്തുള്ള കാലത്തും നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്, നിങ്ങൾക്ക് ഈ വിശ്വാസം, ഈ ഐഡിയോളജി തരുന്നത് നിങ്ങളുടെ വിഷനെക്കുറിച്ചുള്ള, കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവനയാണ്. നമ്മളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരിക്കൽ പറയുകയുണ്ടായി, ഇവർ ഖലീഫമാരുടെ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന്. നമ്മൾ പറയുന്നത്, ബഹുമാന്യനായ മുഖ്യമന്ത്രി, നിങ്ങളെപ്പോലും നമ്മൾ ക്ഷണിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഖലീഫമാരുടെ കാലത്തേക്ക് തന്നെയാണ് എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ആ ഖലീഫമാരുടെ കാലം അത്ര മോശപ്പെട്ട കാലമല്ല. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ലോകത്ത് സ്വപ്നം കാണുന്ന, ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം അമേരിക്കൻ വൈറ്റ് ഹൗസിലേക്ക് കാലെടുത്ത് വെച്ച് നിങ്ങൾ അതാണ് ലോകത്തിൻ്റെ നേതൃത്വം എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ, നരേന്ദ്രമോദിയെ അതാണ് ഇന്ത്യയിലെ നേതൃത്വം എന്ന് മനസ്സിലാക്കുന്നത് എങ്കിൽ, അതല്ല പിണറായി വിജയനെ നിങ്ങൾ ഇവിടത്തെ നേതൃത്വമായി മനസ്സിലാക്കുന്നുവെങ്കിൽ, അങ്ങനെയല്ലാത്ത നിരുപാധികമായി ഇവർക്കൊന്നും വെച്ചൊഴിഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഒരു നേതൃസങ്കല്പത്തെക്കുറിച്ച്, തീർച്ചയായും ലോകത്തിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് ഇസ്ലാമിനൊരു ഭാവനയുണ്ട്. അവിടെയാണ് ജിയോവിൻ്റെ സമ്മേളന പ്രമേയം പ്രസക്തമാകുന്നത്. ഇസ്ലാമിൻ്റെ നിത്യപ്രചോദകമായ അതിൻ്റെ വിളംബര പ്രഖ്യാപനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ ഒരു വാല്യൂസിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു വിഷനെക്കുറിച്ചും ഒരു ലോകഭാവനയെക്കുറിച്ചും പറയുന്നു. അവിടെ ആണ് പെണ്ണിനെയോ വെളുത്തവൻ കറുത്തവനെയോ ആഫ്രിക്കക്കാരനെ യൂറോപ്യനോ ഒന്നും ഭരിക്കുന്നൊരവസ്ഥയില്ലാത്ത പടച്ചതമ്പുരാന് വേണ്ടി മാത്രം പടച്ചതമ്പുരാന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ടുള്ള അനുസരണ പ്രതിജ്ഞ നടത്തിയ ഒരു ജീവിതത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വാല്യൂസിൽ, നമ്മളുടെ വിഷനിൽ നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനമായി നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെ കൂടി നിശ്ചയിക്കുന്ന ഒരു കാര്യമായി നമ്മൾ ഈ ആദർശത്തെ നെഞ്ചേറ്റുന്നു. എന്താണ് ഇസ്ലാമികമായ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഇസ്ലാമികമായ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട അറബി പദങ്ങളാണ്. ഒന്നാമതായത് തൗബയാണ്, രണ്ടാമതായത് സബറാണ്, മൂന്നാമതേത് തവക്കുലാണ്. എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോഗപരമായി പറ്റിയ തെറ്റുകൾ? അത് വ്യക്തിപരമായ നിങ്ങളുടെ അബദ്ധങ്ങളാകാം, സംഘടനാപരമായ മിസ്റ്റേക്കുകളാകാം, സാമൂഹികപരമായി നിങ്ങൾക്ക് പിണഞ്ഞ അബദ്ധങ്ങളാകാം. ഇതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കാൻ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ ആർജവ ബോധത്തെക്കുറിച്ചാണ് ഇസ്ലാം തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്മടക്കങ്ങൾ, തിരുത്തലുകൾ, നിങ്ങൾക്കിടയിൽ തന്നെയുള്ള നിങ്ങളുടെ എഡിറ്റിങ്ങുകൾ, നിങ്ങളുടെ അഡീഷനുകൾ, ഡെലീഷനുകൾ, മോഡിഫിക്കേഷനുകൾ എല്ലാം കാലത്തിനനുസൃതമായി ഇസ്ലാമിൽ നിന്ന് ആദർശ പ്രചോദിതമായി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തൗബ നിലപാടായി വരുന്നു.
രണ്ടാമതായി അത് സ്വബറാണ്. ആ സ്വബർ എന്നുള്ളത് ഏതെങ്കിലും ക്ഷമയെന്ന് നിങ്ങൾ ചവനപ്രാശം കുടിക്കുന്നതിൻ്റെ പേരല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ലാടവൈദ്യത്തിനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റമൂലിക്കോ നിങ്ങൾ കീഴ്പ്പെടുന്നതിൻ്റെ പേരല്ല, മറിച്ച് അത് അടിയുറച്ച നിലപാടിൻ്റെ പേരാണ്. ഫഇദാ ലഖീതുമുൽ അദുവ്വ ഫസ്ബിറു എന്നാണ്. നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുന്ന സമയം നിങ്ങൾ ഫസ്ബിറു, നിങ്ങൾ അവിടെ തന്നെ, നിങ്ങൾ ഒരർത്ഥത്തിലും ചാബല്യത്തിനും ചാഞ്ചല്യത്തിനും ഇടയാകാതെ നിങ്ങൾ പിടിച്ചുറച്ച് നിൽക്കുക എന്നാണ് സ്വബറിന്റെ വിവക്ഷയായി വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നതെങ്കിൽ യൂസുഫ് അൽ ഖർളാവി പറയുന്നുണ്ട്, സ്വബർന ഇലാ അൻ മല്ല മിൻ സ്വബരിന സ്വബറു ഫഖുൽനാ ഗദൻ ഔ ബഅദഹു യൻജലിൽ അംറു. സ്വബർന, ഞങ്ങൾ സ്വബർ ചെയ്തു. എത്രത്തോളം എന്നാൽ ഹത്താ മല്ല മിൻ സ്വബരിന സ്വബറു, ഞങ്ങളുടെ ക്ഷമക്ക് പോലും ക്ഷമകെടുവോളം ഞങ്ങൾ ക്ഷമ ചെയ്തു, അതല്ലെങ്കിൽ ഞങ്ങൾ ക്ഷമ കാണിച്ചു. ഫഖുൽന, അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഗദൻ, നാളെ ഒരു ദിവസം വരാനുണ്ട്, ഔ ബഅദഹു, അതല്ലെങ്കിൽ മറ്റന്നാൾ വരാനുണ്ട്, യൻജലിൽ അംറു, സത്യം പുലരുന്ന, നീതി പുലരുന്ന, എല്ലാവർക്കും നീതിയും സ്വസ്ഥതയും ശാന്തിയും പരക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാനുണ്ട് എന്ന് ഈ നടുമുറ്റത്തും ഈ പ്രതിസന്ധി കാലത്തും പറയുന്നു എന്നുള്ളത് തന്നെയാണ് ജിയുവിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ആറ്റിറ്റ്യൂഡിൽ വരുന്നത് തവക്കുലാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കുന്നതിൻ്റെ, അവസാനമായി കയ്യിലുള്ള വടിയും യഹിയാ സിൻവാർ എറിയുന്നതിൻ്റെ പേരാണ് തവക്കുൽ എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മളുടെ ആദർശത്തിൻ്റെ ചവിട്ടുഭൂമികയായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ വിഷനെക്കുറിച്ച്, നമ്മളുടെ ബിലീഫിനെ കുറിച്ച്, നമ്മളുടെ വാല്യൂസിനെ കുറിച്ച്, നമ്മളുടെ നിലപാടുകളെ കുറിച്ച് നമ്മൾ കൃത്യമായ ബോധ്യമുള്ളവരായി സമൂഹത്തിലേക്ക് പ്രതിജ്ഞയെടുത്ത് ഈ GIO സമ്മേളനത്തിന് ശേഷം കൂടുതൽ അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ ഈ സമ്മേളനം പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലയുടെ എല്ലാവിധ ഹൃദയാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.